കഴിഞ്ഞ ദിവസം ചെക്കൻ്റെ വീട്ടിൽ വിരുന്നിന് പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബാക്കിത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. പെണ്ണിൻ്റെ വീട്ടിൽ വരുന്ന ആട്ടോ, മോതിരമാറ്റ ചടങ്ങാണേ. അതിന് പോകാൻ വേണ്ടിയിട്ടാട്ടോ റെഡി ആയിട്ട് നിൽക്കുന്നത്. ഇതിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്കമാലി പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് 3 പേർ. ചേച്ചിയും ചേട്ടനും പിള്ളേരും ഒക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ റെഡിയായി പയ്യപ്പള്ളിക്കാണ് പോണത്. ചാച്ചൻ്റെ വീട്ടിൽ ചെന്നിട്ട് ചിറ്റേനെയും ചാച്ചനെയും കൂട്ടി പിന്നെ ഞങ്ങൾ പോവാട്ടോ. ഞങ്ങൾ 4 പേരും കൂടെ ബാക്കിലത്തെ സീറ്റിൽ തന്നെയാട്ടോ ഇരുന്നത്. കുട്ടാപ്പിയുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ പൊന്നുകുട്ടിയും വാക്കുട്ടനും ഇരുന്നത്. അപ്പം ഞാനും ആ കൂടെ തന്നെ വന്നിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോണ വഴി പകുതി എത്താറായപ്പോഴത്തേക്കും പൊന്നുകുട്ടി ഉറങ്ങി തുടങ്ങിയിട്ടോ. അപ്പോൾ ആ കുട്ടാപ്പിയും ഉറങ്ങി. അങ്ങനെ നമ്മൾ ആൻറ്റിയുടെ വീട്ടിലെത്തി. ചായക്ക് അവിടെ ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാവരും കഴിച്ചു. ഞങ്ങളൊന്നും കഴിക്കാതെ ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു, വോമിറ്റ് ചെയ്യണ കാരണം കൊണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോഷൂട്ടൊക്കെ നടക്കണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പോരാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. നമ്മൾ വന്നവരെല്ലാം പയ്യപ്പള്ളിക്ക് തന്നെ പോന്നു, അല്ലാതെ വേറെ 2 ട്രാവലറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഇരിങ്ങാലക്കുടയാണ് പെണ്ണിൻ്റെ വീട്. അവിടെ എത്തിക്കഴിഞ്ഞ് പെണ്ണിന് പുടവയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ സ്ഥലങ്ങളിൽ മോതിരം മാറണമ്പോൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാരിയൊക്കെ കൊടുത്ത് അത് കൊടുത്തതിന് ശേഷം ആട്ടോ പുടവ മാറാൻ. ഞാനും ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ചടങ്ങൊക്കെ കാണണേ. അങ്ങനെ മോതിരം മാറ്റ ചടങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണി ആയിരുന്നു കേട്ടോ. ഊണൊക്കെ കഴിഞ്ഞിട്ട് ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചിട്ട് വാക്കുട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് വാങ്ങിച്ചിട്ട് ഐസ്ക്രീമൊക്കെ കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് വാക്കുട്ടൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പെണ്ണും ചെക്കനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് പോകാനുള്ള യാത്ര പറച്ചിലാണ്. പെണ്ണിൻ്റെ അച്ഛനും ചെക്കൻ്റെ അച്ഛനും അമ്മയൊക്കെ തമ്മിൽ കൈയൊക്കെ കൊടുത്ത് യാത്രയൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളും തിരിച്ച് പയ്യപ്പള്ളി കയറി.